ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രി വേർപിരിഞ്ഞു എന്നുള്ളത്. ഇവരുടെ ഒരു കാര്യം ഇവരുടെ എല്ലാ കാര്യങ്ങളിലേക്കും സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം ജനങ്ങളുടെ കുറ്റമൊന്നുമല്ല. അവർ ബിഗ് ബോസിൽ വന്ന് കാട്ടിക്കൂട്ടിയത് അത്തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു. അതിന് ശേഷം ഇവർ കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യത്തിലാണ് അവർ കാട്ടുന്നതെല്ലാം. നമ്മളുടെ അങ്ങനെയാണ് അവരുടെ ഒരു പോക്ക്. റഷ്യ പോക്ക്, മലേഷ്യ പോക്ക്, അങ്ങനെ ഇങ്ങനെ ഹണിമൂണിന് പോകുന്ന പോലെയാണ്. ആരുണ്ട് ഇവിടെ ചോദിക്കാന്നുള്ള രീതിയിലുള്ള രീതിയൊക്കെയാണ്. അപ്പം അത് ജനങ്ങൾ കുറേ പേരൊക്കെ അനുകൂലിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്ക്, അങ്ങനെ ജീവിക്കുക, ഇങ്ങനെ ജീവിക്കുക, കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഈ ഒരാളുടെ ഒരിക്കൽ ആ ചാനലിൽ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്, ഈ പ്രോത്സാഹനം എല്ലാം കൊടുത്തേച്ച് പ്രോത്സാഹനം കൊടുത്തവരൊക്കെ കുറച്ച് കഴിയുമ്പം 2-3 വർഷം കഴിയുമ്പോൾ കല്യാണവും കഴിച്ചു കുട്ടികളും ആയിട്ട് കുടുംബവും മലേഷ്യയിലും പോകണ്ട, എങ്ങും പോകണ്ട, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ്. ഇവിടെ വന്ന് ഈ പാവം പെങ്കൊച്ചിനെ അങ്ങ് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കും, അതിൻ്റെ ജീവിതം പോവല്ലേ എന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഏതായാലും ഗബ്രിയും ജാസ്മിനും വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് അങ്ങ് പരക്കുകയുണ്ടായി. ഒത്തിരി പേര് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഞാനും കണ്ടിരുന്നു. എന്നോട് ഇൻസ്റ്റയിൽ വന്ന ആൾക്കാർ ചോദിക്കുകയും ചെയ്തു. ആകെ കൂടി നമ്മുടെ മുന്നിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ അവർ അൺഫോളോ ചെയ്തു, ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തെന്നുള്ളൊരു തെളിവ് ഉള്ളൂ. അത് വെച്ചിപ്പം എന്ത് വീഡിയോ ചെയ്യാനാന്ന് കരുതിയാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പം ഇന്നിപ്പം വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കാര്യം വെച്ച് ജാസ്മിനോട് ആമിനെ ചോദിച്ചിരിക്കുന്നു, ഗബ്രി തേച്ചല്ലോ, ഇനി അടുത്ത ആരാന്ന്. അപ്പോൾ ജാസ്മിൻ അങ്ങോട്ട് കുരു പൊട്ടിയിട്ട് വളരെയധികം ദേഷ്യം വന്നിട്ട് അത് നിന്റെ തന്തയാന്ന്, അടുത്തത് നിന്റെ തന്തയാന്നുള്ള കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻ്റ് ഒന്ന് നോക്ക്. അപ്പൊ ആ കമന്റ് കണ്ടില്ലേ? ആ കമന്റിന്റെ താഴെ ഒത്തിരി കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. ജാസ്മിനെ അനുകൂലിക്കുന്നവർ കുഞ്ഞാമനയ്ക്ക് വയററിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഇതേപ്പറ്റി സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ ശരിക്കും ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് കുറേ കാലം അരി മേടിക്കാൻ സാധിച്ചത് ജാസ്മിനും ഗബ്രിയും കാരണമാണ്. കാരണം അവർ അത്തരത്തിലുള്ള കണ്ടന്റാണ് ബിഗ് ബോസിൽ തന്നത്. പറയുമ്പം എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട്, യേശുവിന്റെ മുഖമുള്ള ഗബ്രി ജാസ്മീനെ ചതിച്ചു, തേച്ചു, വഞ്ചിച്ചു, തേങ്ങയാണ് മാങ്ങയാണ്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ബന്ധത്തെ പറ്റി കൂടുതലൊന്ന് ആലോചിക്കുമ്പോൾ ഗബ്രി ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഈ ചേമ്പലയിൽ ഒഴിച്ച വെള്ളം എവിടെയെങ്കിലും ടച്ച് ചെയ്യോ? എങ്ങും ടച്ച് ചെയ്യില്ല. ആ രീതിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രി നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേത്ത് തൊടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട്. അതായത് ഗബ്രി ഒരു വാക്ക് ഇന്നേ വരെ നമ്മൾ ആരെങ്കിലും കേട്ടോ പ്രണയമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. പെണ്ണെ, നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഒന്നുമില്ല. റസ്മിൻ ഇടയ്ക്ക് നിന്ന് ശ്രമിച്ചു പ്രണയമാണോ എന്ന്. അവസാനം ഇന്റർവ്യൂകളിൽ പോലും, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊടുത്ത ഇന്റർവ്യൂകളിൽ പോലും ഗബ്രി ലാസ്റ്റ് നിമിഷവും പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്കറിയാവോ? ആ ബന്ധത്തിന് അവനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പ്രണയമാണോ എന്നറിയില്ല, ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയില്ല, എന്താണെന്നറിയില്ല. ഒരു പെണ്ണ് അങ്ങോട്ട് അത്രമേൽ ആഗ്രഹം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വാക്ക് പറയണ്ടേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വാക്ക് പോലും ഗബ്രി എവിടെയും പറഞ്ഞിട്ടില്ല. നാളെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഗബ്രിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് തുടക്കം എങ്ങനെയായിരുന്നു വെച്ചാൽ, ബിബിയുടെ ഓഡിഷന് പോകുമ്പോൾ ഗബ്രിയെ കണ്ട ജാസ്മിനാണ് അങ്ങോട്ട് ആകർഷണം തോന്നിയത്. എന്നിട്ട് ആ ജാസ്മിൻ ബിബിയിലിരുന്ന് പറയുന്നുണ്ട്, ആഹാ കൊള്ളാൽ, ഒരു നല്ല ഒരു ചുള്ളൻ ചെക്കനാണല്ലോ, ഞാനും അവനൂടെ, എന്നെയും കാണാൻ അത്യാവശ്യം സൗന്ദര്യമുണ്ട്, അവനെയും കാണാൻ അത്യാവശ്യം സൗന്ദര്യമുണ്ട്, ഞങ്ങൾ തമ്മിൽ ചേരുമല്ലോ എന്നൊക്കെ ആലോചിച്ചത്. അപ്പൊ അവിടെ ജാതിയും മതവും മതിൽക്കെട്ടുകളെല്ലാം മറന്ന് ജാസ്മിൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗബ്രിയുടെ ജാതിയും മതവും മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. അവൻ അല്ലെന്ന് പറഞ്ഞിട്ടില്ല എവിടെ. അവൻ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കി അറിയാം. അവൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ. കുടുംബക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണവും കഴിക്കുള്ളൂ. എവിടെയും ജാസ്മിനെ കെട്ടാവുന്നോ അല്ലെ അങ്ങനെ ഒന്നും ഗബ്രി എവിടെയും വാക്ക് പറഞ്ഞായിട്ട് ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കാണില്ല. അപ്പൊ പിന്നെ ഗബ്രി തേച്ചു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? എനിക്ക് ജാസ്മിനെതിരെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും. പക്ഷെ എന്നാൽ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജാസ്മിൻ്റെ ആ സംസാര ശൈലിയും ആ ഭംഗിയൊക്കെ തന്നെയാണ് എനിക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടാൻ ഉണ്ടായ ഒരു കാര്യം. ആ കൊച്ച് നേരത്തെ നന്നായിട്ട് വ്ളോഗ് വിജയിപ്പിച്ച് നല്ലപോലെ കുടുംബസ്നേഹിയായ കൊച്ചു, കുടുംബവും നല്ലപോലെ നോക്കി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോയതാണ്. അതിൻ്റെ ജീവിതത്തിന്
ഒരു പ്രശ്നം ഉണ്ടായത് ബിഗ് ബോസിൽ പോയതാണ്. ബിഗ് ബോസിൽ പോയോടുകൂടി അത് ആ ഗബ്രിയെ കണ്ടു, അവിടെ ആകൃഷ്ടയായി, അവിടെ ഇപ്പം അതെല്ലാം മറന്ന് പിന്നെ അങ്ങോട്ട് എറണാകുളത്ത് വരുന്നു, വർക്കിന് വേണ്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നു, പിന്നെ ഫ്രീഡമായി. പിന്നെ അങ്ങ് ആ കൊച്ചിൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് അങ്ങ് നടന്നു പോയെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളുടെ ചിന്താഗതി പോലെ അയ്യോ ചിലർ കമൻ്റ് ഇട്ടിരിക്കുന്നുണ്ട്, അയ്യോ ജാസ്മിൻ്റെ ജീവിതം പോയി, ഇനി ജാസ്മിൻ എന്ത് ചെയ്യുമെന്നൊക്കെ. അതൊക്കെ നമ്മുടെ ആകുലതകളാണ്, നമ്മുടെ സംസ്കാരം. അത് കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഒരു പുരുഷൻ്റെ കൂടെ അങ്ങനെ നടന്നു കഴിയുമ്പോൾ ഇനി ആരേലും കല്യാണം കഴിക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നതുകൊണ്ട് വരുന്നവർ ആദിയുടെ പുറത്തും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരിടുന്ന കമൻറ്റാണ്. അങ്ങനെയൊന്നുമില്ല, കാലം മാറി. ഇപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണമെന്നില്ല, അതൊരു വേറൊരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കണ്ട. കല്യാണം വേണ്ട, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഒരാളുടെ കൂടെ കുറച്ചു കാലം ലിവ് ഇൻ ടൂതർ പോലെ ഇഷ്ടപ്പെട്ട് കഴിയുക, അത് കഴിഞ്ഞ് അടുത്ത ആൾ, ഇത്രയേ ഉള്ളൂ. പിന്നെ ജാസ്മിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇത്രയും ഭംഗിയും ഒക്കെ ഉള്ള ഒരു കുട്ടിയായതുകൊണ്ട് മലയാള സിനിമയിലൊക്കെ നല്ല നായികയായിട്ട് നന്നായിട്ട് ശോഭിച്ചു പോകാന്നുള്ള ഇത്. മലയാള സിനിമ പക്ഷെ എടുക്കുകയല്ല, ഇത്രയായിട്ട് കണ്ടില്ലേ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും നാളായി. ഒരു നല്ല വേഷം ആ കുട്ടിക്ക് കൊടുത്ത് മലയാള സിനിമ എടുത്തുകൂടെ? അവരെടുക്കില്ല. അവരുടെ അവിടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വൃത്തികേടായി. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ചാൻസ് കിട്ടണേ ആരുടെയും കൂടെ കിടക്കണം. അപ്പോൾ അതില്ലാതെ മലയാള സിനിമ മുന്നോട്ട് പോകില്ല. അല്ല പിന്നെ ആരുടെയും മക്കളോ മരുമക്കളോ ഒക്കെ ആയിട്ടാണെങ്കിലേ അത് നടക്കുള്ളൂ. അതാണ് ജാസ്മിൻ എന്ത് യോഗ്യതയുണ്ട് സിനിമയിൽ എത്താൻ? സത്യം പറഞ്ഞാൽ ഇത്ര ഭംഗിയുള്ള കൊച്ചല്ലേ, അഭിനയിക്കാനും അറിയാം. ആ ബിഗ് ബോസിൽ ദമയന്തി ആയിട്ട് വന്ന ആ ഒരു സീൻ ഓർത്ത് നോക്കി, എന്തോ ഒരു ഭംഗിയായിരുന്നു ഒരുങ്ങിയിട്ട്. പക്ഷേ ടോട്ടലി ഇത്രേ പറയാനുള്ളൂ. ഈ എല്ലാവരും ഗബ്രി തേച്ചു എന്ന് പറയുന്നതിനോട് എനിക്കൊരിതില്ല. അവൻ എന്നും അവൻ്റെ ഭാഗം ക്ലീൻ ആയിട്ട്, അതായത് ഒരു നാളെ ഒരു ചോദ്യം വേണ്ടി വന്നാൽ ഉത്തരം എന്ത് കൊടുക്കണം എന്ന് ആലോചിച്ച് മാത്രമേ അവൻ നിന്നിട്ടുള്ളൂ. അവൻ അങ്ങോട്ട് കയറി പ്രണയിച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാർക്കും പറയാൻ പറ്റില്ല, ജാസ്മിനും പറയാൻ പറ്റില്ല. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു ഇത്. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ അങ്ങോട്ടാണ് ഇഷ്ടം, അതാണ് പറ്റിയത്. ജാസ്മിൻ്റെ ആ ഇഷ്ടത്തെ, ഗബ്രിയോടുള്ള ഇഷ്ടത്തെ നിയന്ത്രിച്ച് നിർത്താൻ ജാസ്മിന് സാധിച്ചില്ല. ആൾക്കാർ കാണെ മലേഷ്യക്കും റഷ്യക്കും എല്ലാം ടൂറും പോയി, എല്ലാം അങ്ങനെ പരസ്യമാക്കിയ വല്ല പ്രയോജനം ഉണ്ടോയെന്ന് ജാസ്മിൻ ആലോചിച്ചോ എന്നറിയത്തില്ല. പക്ഷെ ഒരു പ്രയോജനമില്ല. കാരണം ഗബ്രിയെ സംബന്ധിച്ച് അതിന് മുന്നേ ഗബ്രി മൂന്നാർ, മലേഷ്യ, അവിടെ ഇവിടെയെല്ലാം സാനിയ അയ്യപ്പനുമായിട്ട് നടക്കുന്ന. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഗബ്രിയുടെ ഭാഗം നോക്കിയാൽ ഗബ്രിക്ക് സാനിയ ഒക്കെ പോലെ തന്നെയുള്ളൂ, ജാസ്മിനും പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ കുറെ പ്രേക്ഷകർക്കാണ് അയ്യോ ഗബ്രി ഗബ്രി ജാസ്മിനെ കൊണ്ടു നടന്ന് അയ്യോ ഇപ്പൊ കളഞ്ഞേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കമന്റ് ഇട്ടപ്പം ജാസ്മിന് കുരു പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ജാസ്മിന്റെ ഗബ്രിയുടെയും ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട് 1-ാം തീയതി. വളരെ പക്ഷെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും പിരിഞ്ഞുകൊണ്ടോ അല്ലെ ഇവർ തമ്മിൽ പിണക്കമായതിൻ്റെയോ എന്തിൻ്റെയോ പുറത്ത് അതിന്റെ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ ആരും അറിയാത്ത ഒരു രീതിക്ക് അതിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതൊന്ന് ജസ്റ്റ് കാണും. അപ്പൊ എനിക്ക് ടോട്ടലി ഇത്രേ പറയാനുള്ളൂ. ഗബ്രി ജാസ്മിൻ പിരിഞ്ഞു, ഇല്ലേലും ഇനി പിരിഞ്ഞാലും ഇതിൻ്റെ അകത്ത് രണ്ടുപേരും അവർ രണ്ടുപേരുടെയും ഭാഗത്ത് ഒരുപോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ നമ്മൾ പറയും എൻ്റെ തലമുറയുള്ളവർ, ആ ലിമിറ്റേഷൻ വേണ്ട, ഇനി അത് പോട്ടെ. എന്നാലും രണ്ട് വ്യക്തികൾ എന്നെടുത്താൽ പോലും ജാസ്മിനാണ് അങ്ങോട്ട് ഇഷ്ടം. അതായത് ഗബ്രി എന്ന് പറഞ്ഞവൻ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് BBയിൽ എത്തുന്നതെന്ന് ഓർക്കണം. അപ്പം ആദ്യമായിട്ട് കണ്ട ജാസ്മിനാണ് അയ്യോ നല്ല ചുള്ളനായ ചെക്കൻ എനിക്ക് ചേരുമല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് ആകർഷണം തോന്നി അടിച്ചു തല്ലിക്കിടന്നു. അവരുടെ ബാപ്പ എന്തെല്ലാം നാടകമൊന്നും അരങ്ങേറി, അതൊന്നും വേർപിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, ഇതെല്ലാം നമ്മൾ കണ്ടവരാണ്. ആ BB ഇറങ്ങിയതിന് ശേഷമുള്ള മുമ്പേ നമുക്കറിയാൻ മേലാതുള്ളൂ. അവരുടെ ബാപ്പയെ കയ്യിലിട്ടിരുന്ന ഊരി മേടിക്കുന്നു, ഫോട്ടോ എടുത്ത് കളയുന്നു, അതിന് മുന്നേ അറ്റാക്കാന്നും പറഞ്ഞ് വിളിക്കുന്നു, എന്തെല്ലാം ചെയ്തു. അവസാനം റീ എൻട്രിയിൽ ഗബ്രി ചെന്ന് കഴിയുമ്പോഴത്തേന് സ്ഥലകാലബോധം മറന്നിട്ട് ജാസ്മിൻ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. റസ്മിൻ ഇടയ്ക്ക് നിന്ന് ഇവരെ ഒന്ന് വേർപിരിക്കാൻ വേണ്ടി 18ാമത്തെ അടവ് എടുത്തായിരുന്നു. കാരണം ഗബ്രി ഒരിടത്തും സ്നേഹമെന്ന് പറയുകയല്ല, സ്നേഹിക്കത്തുമില്ല. പിന്നെ കൂടെ നടന്ന ജാസ്മിന് തന്നെ നഷ്ടമുള്ളതെന്ന് റസ്മിന് മനസ്സിലായിട്ട് ആ കുട്ടിയാകുന്നു നോക്കി. അപ്പൊ ആര് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ പുറകെ പോവുകയും ജീവിതം എൻജോയ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്ത് ഗബ്രിക്കൊപ്പം ടൂർ പോയി എൻജോയ് ചെയ്ത ആളും ജാസ്മിൻ തന്നെയാണ്. അതിന് ശേഷം കുറച്ച് കഴിയുമ്പം ഗബ്രി അതിനകത്ത് ഗബ്രി കമ്മിറ്റഡ് അല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഗബ്രി തേച്ചെന്ന് പറഞ്ഞാൽ അതിന് തേപ്പെന്ന വാക്ക് പറഞ്ഞാൽ ഇവർ പ്രണയം വേണ്ടേ? പ്രണയമൊന്നും ഇല്ല അവർ തമ്മിൽ, അതെവിടെ സമ്മതിച്ചിട്ടില്ല. ജാസ്മിനും തർക്കിക്കാൻ പറ്റത്തില്ല. അതിന് ശേഷം അവരുടെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്.
അതെല്ലാം കഴിഞ്ഞ് ബിബിന്ന് പോകുന്നതിന് ശേഷം അവർ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോലും ഒരു ക്ലാരിറ്റി അവർ കൊടുത്തിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് പോലും അതുപോലും ഗബ്രി ഒന്നും വ്യക്തമായിട്ട് പറയില്ല, എന്തൊക്കെയോ ഇരുന്ന് പറയും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഗബ്രിയെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. കാരണം ആദ്യ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തതിന് ശേഷം വഞ്ചിച്ചു എന്നാൽ മാത്രമേ തേച്ചു എന്ന വാക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു തേപ്പേ നടന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.